കാര്യം ഇമാജിൻ ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു 5-6 ആൾക്കാരുണ്ടെന്ന് കരുതുക. ഒരു റെസ്റ്റോറന്റിൽ അല്ലെങ്കിൽ കഫേയില് കോഫി കുടിക്കാൻ അല്ലെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി റാൻഡമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ പോയി. ആ പോയ സമയത്ത് നിങ്ങൾ പൊതുവെ കോഫി അത്ര അല്ലെങ്കിൽ കാപ്പി അത്ര ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ കൂട്ടത്തിലുള്ള ബാക്കി 5 പേരോ 6 പേരോ എത്ര പേരുണ്ടെങ്കിലും അവരൊക്കെ കോഫി ഓർഡർ ചെയ്തു. ഓക്കെ, ആ കോഫി ഓർഡർ ചെയ്ത സമയത്ത് നിങ്ങളും എന്ത് ചെയ്യാണ്? അവരുടെ കൂടെ കോഫി ഓർഡർ ചെയ്യാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കോഫി ഇഷ്ടമില്ലായിരുന്നിട്ട് പോലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും കോഫി ഓർഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എത്രത്തോളം കോഫി ഓർഡർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒരു ലൈക്ക് മൈൻഡ് സെറ്റ് ഒന്ന് വെച്ചിട്ട് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡിൽ കൊണ്ടുവരിക. സോ എനിവേ, ഐ തിങ്ക് നമ്മളിൽ കൂടുതൽ ആളുകളും, അതായത് മെജോറിറ്റി ഓഫ് ആളുകളും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കോഫി വലിയ ഒരു ഇഷ്ടമൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ കോഫി ഓർഡർ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന നമ്മളുടെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ കോഴ്സ് ആയിട്ടുള്ള അടുത്ത ഒരു പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജിയും അങ്ങനെയാണ് പറയുന്നത്. സോ എനിവേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പീപ്പിൾ അറൌണ്ട് അസ് എന്നാണ്. അതായത് മനുഷ്യന്മാര് ചുറ്റുമുള്ള ആളുകളാൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു, സ്വാധീനിക്കപ്പെടുന്നു എന്നാണ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം, വിച്ച് ഈസ് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി എന്നാണ് നമ്മളുടെ കോഴ്സിന്റെ പേപ്പറിന്റെ പേര്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് MPC 004 എന്നാണ് എന്റെ കോഴ്സ് കോഡ്. എന്തായാലും ഞാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. സോഷ്യൽ സൈക്കോളജിയുടെ ലൈക്ക് ഡെഫിനിഷൻസിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. സോഷ്യൽ സൈക്കോളജി പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ്. എപ്പോഴുള്ള ബിഹേവിയർ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ബിഹേവിയർ അല്ല, പകരം ആളുകളാൽ ചുറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുമ്പോൾ, ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ആളുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഒക്കെയുള്ള ഹ്യൂമൻ ബീങ്സിന്റെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയും അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസുകൾ, സ്വാധീനങ്ങളെയും എങ്ങനെയാണ് മറ്റുള്ള ആളുകളെയും ഓരോ വ്യക്തികളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിന്റെയും എങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ സൈക്കോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് തിയറീസ് ഒക്കെ ഉള്ള ഒരു പേപ്പറാണ് നമ്മളുടെ സോഷ്യൽ സൈക്കോളജി. പക്ഷേ നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ അത്ര ഡേഞ്ചർ അല്ല, ലൈക്ക് ഡേഞ്ചർ കോഗ്നിറ്റീവ് സൈക്കോളജിയും അല്ലായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യൽ സൈക്കോളജി. കാരണം മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ, അതായത് നമ്മൾ ഇന്നല്ല ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ എന്തായാലും ഞാൻ അത് ഹൈപ്പ് ഒന്നും തരുന്നില്ല, നമുക്ക് ഫസ്റ്റത്തെ ലെസണിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡിസ്കസ് അബൌട്ട് ദ നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ, അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് എ സ്റ്റാർട്ട് ഓഫ് അവർ ദിസ് പെർട്ടിക്കുലർ പോർഷൻ ഓൾസോ, ലൈക്ക് ദിസ് പേപ്പർ ഓൾസോ. എനിവേ, സോഷ്യൽ സൈക്കോളജി is the study of how people think about, influence and relate to others. എങ്ങനെയൊക്കെയാണ് ആളുകൾ മറ്റുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നും എങ്ങനെയൊക്കെയാണ് ആളുകൾ മറ്റുള്ള ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നതെന്നും സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന മേഖലയാണ് സോഷ്യൽ സൈക്കോളജി എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് സോഷ്യൽ സൈക്കോളജി derived from the interface of sociology and psychology in the early 20th century. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സോഷ്യോളജിയിൽ നിന്നും സൈക്കോളജിയിൽ നിന്നും ഉള്ള കൺസെപ്റ്റുകളുടെ ഭാഗമായിട്ടാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം അത് രണ്ടിന്റെയും കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സൈക്കോളജി ഹ്യൂമൻ ബീങ്സിന്റെ നേച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ സോഷ്യോളജി എന്താണ്, സൊസൈറ്റിയുടെ നേച്ചറിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസിന്റെ നേച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായത്.
കഴിഞ്ഞ നൂറ്റാണ്ട്, അതായത് 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് കണ്ട ഒരു നൂറ്റാണ്ടായിരുന്നു. അതായത് ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മളെ സമൂഹത്തിലും അതുപോലെ തന്നെ ടെക്നോളജിയിലും ടോട്ടൽ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ലൈഫ് എക്സ്പെക്ടൻസിയിലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലും വെൽബീയിങ്ങിലും ഒക്കെ മാറ്റം വരുത്തിയ ഒരു കാലഘട്ടമായിരുന്നു 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടിലാണല്ലോ ഉള്ളത് അല്ലെ. അപ്പം എന്തായാലും നൂറ്റാണ്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു സമയത്താണ്, അതായത് ഏറ്റവും നീഡഡ് ആയിട്ടുള്ള സമയത്താണ് സോഷ്യൽ സൈക്കോളജി എന്തായത് വന്നത് അല്ലെങ്കിൽ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പുതിയ പുതിയ സോഷ്യൽ റിയാലിറ്റീസ്, അതായത് പുതിയ രീതിയിലുള്ള സമൂഹ വ്യവസ്ഥകൾ വന്നപ്പോ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം ഒരു പെട്ടെന്ന് ചേഞ്ച്, ഒരു സമൂഹത്തിൽ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ അത് എല്ലാ മനുഷ്യന്മാർക്കും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ലൈക്ക് അവർ ഒരുപാട് കാലം, ചിലപ്പോൾ 50 വർഷമൊക്കെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് പുതിയ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മളായാലും അത് ഏതൊരു വ്യക്തിയായാലും നമുക്ക് പെട്ടെന്ന് അങ്ങ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ആളുകൾക്ക് സോഷ്യൽ സൈക്കോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു പ്രസൻസ് വലിയൊരു ആശ്വാസമായിരുന്നു എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സ്, ആന്ത്രപ്പോളജി, എത്നോഗ്രഫി, ആർക്കിയോളജി ഇതുപോലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിൽ അല്ലെങ്കിൽ ഒരുപാട് ഫീൽഡുകളിൽ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ആവശ്യമുള്ള, ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെടാത്ത അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടും എന്താണ് ഇതിന്റെ ഹ്യൂമൻ കണക്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ സോഷ്യൽ സൈക്കോളജിക്ക് അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഡിറൈവേഷൻ എന്ത് പറ്റിയിട്ടുണ്ട്, അത് പറ്റിയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഡിറൈവേഷന് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സൊസൈറ്റീസിന്റെ ഒരു നിലനിൽപ്പ് എന്തിലൂടെയാണ് നിങ്ങൾക്ക് അറിയാം. അതായത് ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ ആണെന്ന്, അതായത് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ആക്റ്റീവായിട്ട് ഉണ്ടാവുമ്പോഴാണ് ആ സൊസൈറ്റി നിലനിൽക്കുള്ളൂ. ആൻഡ് ഓൾസോ ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ ആൻഡ് ഇൻ ടേൺ ദ ഷേപ്പിംഗ് ഓഫ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പ് വരുന്നത് ആളുകളുടെ പ്രവർത്തനങ്ങളാണ്. അതില്ലെങ്കിൽ അതിന്റെ ജനങ്ങളുടെ, അതിലുള്ള ഹ്യൂമൻ ബീങ്സിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു സൊസൈറ്റി നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ആ കമ്മ്യൂണിക്കേഷനിലൂടെ വരുന്ന ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസും ഇൻഡിവിജ്വൽസിന്റെ മാറ്റങ്ങളും ഒക്കെയാണ് ഒരു സൊസൈറ്റിയെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ. അപ്പൊ എല്ലാ കാലവും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ബിഹേവിയർ മാറാതെ നിന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, ആ സമൂഹം അധിക കാലം ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം പുതിയ കാലത്തെ നീഡിനനുസരിച്ച് ഓരോ സമൂഹങ്ങളും ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെ സ്വന്തം സമൂഹത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. 1920-കളിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ, മലപ്പുറം ജില്ലയിലെ സംസ്കാരമാണോ 2021? ഇന്നിപ്പോ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ജൂൺ 10-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുണ്ടാവുള്ളൂ കേട്ടോ. എനിവേ, അപ്പം ആ ഒരു ഇന്നത്തെ ഒരു ഡേറ്റിലെ സമൂഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സമൂഹത്തിൽ മാറ്റങ്ങൾ എന്താണ്, അഭികാമ്യമായ ഒരു കാര്യമാണ്. എനിവേ, നമുക്കിതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. സോഷ്യൽ സൈക്കോളജി ആക്ച്വലി ഇൻക്ലൂഡ്സ് എ സോഷ്യൽ ലൈഫ് ബൈ പ്രൊവൈഡിങ് പ്രാക്ടിക്കൽ റെക്കമെൻഡേഷൻസ് ഇൻ വേരിയസ് ഏരിയാസ്. അതായത് സോഷ്യൽ സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ സോഷ്യൽ ലൈഫിലേക്ക് ഇൻട്രൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വന്ന് കയറിയിട്ട് ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് നടത്തുന്നുണ്ടെന്നാണ്. സോഷ്യൽ സൈക്കോളജിയുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കൺസെപ്റ്റുകൾക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോവാം. ഏറ്റവും കൂടുതൽ സോഷ്യൽ സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ വന്നത് ഇൻഡസ്ട്രിയിലായിരുന്നു, പിന്നെ എഡ്യൂക്കേഷനിലായിരുന്നു, ഹെൽത്തിലായിരുന്നു, മാസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലായിരുന്നു, ആൻഡ് ഓൾസോ ഈ ആന്റി സോഷ്യൽ ബിഹേവിയറിനെതിരെയുള്ള ആളുകളുടെ ഫൈറ്റിനെതിരെയായിരുന്നു. ഓക്കെ, അതായത് ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമല്ലാതെ അതിന്റെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന ബിഹേവിയേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, ആന്റി സോഷ്യൽ എന്ന് പറയുന്നത്. ലൈക്ക് വയലേറ്റേഴ്സ്, അഗ്രഷൻ കാണിക്കുന്ന ആളുകൾ, അതായത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ, മറ്റുള്ള ആളുകളുടെ ഫ്രീഡത്തിന്റെ കടന്നു കയറുന്ന ആളുകൾ, സാമൂഹ്യ വിരുദ്ധർ, അതുപോലുള്ള ആൾക്കാരൊക്കെ ഈ ആന്റി സോഷ്യൽസിലാണ് പെടുന്നത്. അപ്പൊ സോഷ്യൽ സൈക്കോളജിയുടെ രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലൊന്ന് പറഞ്ഞത് ഫ്ലോയിഡ് ആൽപോർട്ട് ആണ്, രണ്ടാമത് പറഞ്ഞത് ജോർദൻ ഡബ്ല്യു ആൽപോർട്ട് ആണ്. ഞാൻ ഈ രണ്ടാൾക്കാരുടെ പേര് ആദ്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പേര് ആൽപോർട്ട് എന്നാണ്. പക്ഷെ അവരുടെ പേരിന്റെ തൊട്ട് മുമ്പ്, മെയിൻ നെയിമിന്റെ തൊട്ട് മുമ്പുള്ള അവരുടെ നെയിം എന്ത് ചെയ്യണം, ഫസ്റ്റ് നെയിം നിങ്ങൾ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് രണ്ടും ഡെഫിനിഷൻസ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പൊ ഫ്ലോയിഡ് ആൽപോർട്ട് 1924 എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഹി ഡിഫൈൻഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ റിലേഷൻ ടു അതർ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് കൾച്ചർ. അതായത് അദ്ദേഹം പറഞ്ഞത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. സയന്റിഫിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയപരമായ പഠനമാണ് ഇതിനെ കുറിച്ചുള്ള മനുഷ്യന്മാരുടെ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ, അനുഭവങ്ങളെയും അല്ലെങ്കിൽ അനുഭവങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പഠനമാണ് ഇൻ റിലേഷൻ ടു അതർ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് കൾച്ചർ. എന്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്വഭാവവും എക്സ്പീരിയൻസും മറ്റുള്ള ആളുകളുമായിട്ട്, മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട്, മറ്റുള്ള സംസ്കാരങ്ങളുമായിട്ട് ആളുകളുടെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്വഭാവങ്ങളുടെയും അനുഭവങ്ങളുടെയും ശാസ്ത്രീയപരമായ പഠനമാണ് സോഷ്യൽ സൈക്കോളജി എന്ന് ഫ്ലോയിഡ് ആൽപോർട്ട് 1924 പറഞ്ഞു. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുമായിട്ടുള്ള നമ്മൾ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ടും മറ്റുള്ള കൾച്ചറിനോടുള്ള ഇന്ററാക്ഷന്റെ ഭാഗമായിട്ടും ഒരു ഗ്രൂപ്പിൽ അംഗമായതിന്റെ ഭാഗമായിട്ടും നമ്മളെ ബിഹേവിയറിലും നമ്മളെ അനുഭവങ്ങളിലും ഉണ്ടാവുന്ന കാര്യങ്ങളുടെ സയന്റിഫിക് സ്റ്റഡിയാണ് സോഷ്യൽ സൈക്കോളജി. ഇനി ജോർദൻ ഡബ്ല്യു ആൽപോർട്ട് 1968 പറഞ്ഞ എന്താണെന്ന് നോക്കാം. ഹി ഡിഫൈൻഡ് സോഷ്യൽ സൈക്കോളജി ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ച്വൽ ഇമേജ്ഡ് ഓർ ഇംപ്ലൈഡ് പ്രസൻസ് ഓഫ് അതേഴ്സ്. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോഷ്യൽ സൈക്കോളജി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത്? എക്സ്പ്ലെയിൻ ദ തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. വ്യക്തികളുടെ ചിന്തകൾ, വികാരങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ച്വൽ ഇമേജിന്റെ ഓർ ഇംപ്ലൈഡ് പ്രസൻസ് ഓഫ് അതേഴ്സ്. ഒന്നില്ലെങ്കിൽ നേരിട്ടുള്ള ലൈക്ക് ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇമേജിനറി ആയിട്ട് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഭാഗമായിട്ടോ ലൈക്ക് ഇന്ററാക്ഷന്റെ ഭാഗമായിട്ടോ ഒരു വ്യക്തിയുടെ ചിന്തയിലും വികാരങ്ങളിലും അയാളുടെ സ്വഭാവങ്ങളിലും വരുന്ന മാറ്റങ്ങളെ കുറിച്ച്, സ്വാധീനങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് ജോർദൻ ഡബ്ല്യു ആൽപോർട്ട് 1968 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻസിൽ ആ രണ്ടെണ്ണം നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. സോ ഇനി നമ്മൾ പറയുന്നത് നേച്ചർ ആണ്. അതായത് സോഷ്യൽ സൈക്കോളജി നേച്ചർ ഇസ് ആക്ച്വലി സയന്റിഫിക്. അതായത് സോഷ്യൽ സൈക്കോളജി സയന്റിഫിക് ഇൻ നേച്ചർ എന്നാണ്. സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ലൈക്ക് പിന്നെ നമ്മളുടെ തിയറീസ് ആവട്ടെ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോമ്പണൻസ് ആവട്ടെ, ഫാക്ടേഴ്സ് ആവട്ടെ, ഇതൊക്കെ എന്താണ് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ചിലപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ, കോമൺ സെൻസ് അല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒരിക്കലും സോഷ്യൽ സൈക്കോളജി വെറും ഒരു കോമൺ സെൻസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പം അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. ദാറ്റ്സ് മക്ഡാവിഡ് ആൻഡ് ഹരാരി 1994 പറഞ്ഞ കുറച്ച് 3 പോയിന്റ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് സോഷ്യൽ സൈക്കോളജിയെ നമ്മൾ സയന്റിഫിക് ആയിട്ട് കണക്കാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ 3 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ദ കളക്ഷൻ ഓഫ് കെയർഫുള്ളി മെയ്ഡ് ഒബ്സർവേഷൻ. ഓക്കെ, അതായത് സോഷ്യൽ സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തിയറി സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടി കെയർഫുള്ളി ഒബ്സർവേഷൻസിലൂടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ആ ഒരു തിയറിയോ അല്ലെങ്കിൽ ഫങ്ഷൻസോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്സോ എന്ത് സംഭവമാകട്ടെ, സോഷ്യൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കപ്പെട്ടതാണെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ കോമൺ സെൻസ് ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്താണ് അതിന്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കി എന്ന് പറയുള്ളൂ. പക്ഷെ ഇവിടെ എന്തൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലും അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കെയർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ കളക്ട് ചെയ്ത ഡാറ്റയുടെ ബേസിലാണ് പറയാ. അപ്പം നമ്മൾ ആദ്യം കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ റിസർച്ചിന്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഒരു കാര്യത്തിനെ സയൻസ് ആക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യത്തെ സയൻസ് ആയിട്ട് അംഗീകരിക്കണം എന്നെങ്കിൽ അല്ലെ. അപ്പം സോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കെയർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷൻസിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തതാണ് ഒരു ഇന്റഗ്രേഷൻ ആണ്. അതായത് ഓർഡേർഡ് ഇന്റഗ്രേഷൻ ഓഫ് ദീസ് ഒബ്സർവേഷൻസ് ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് എന്നാണ്. ഓക്കെ, അതായത് ഈ ഗ്യാദർ ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ എന്താണോ കൺസെപ്റ്റ്, ആ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒരു
കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്, ഓൾറെഡി ഉള്ള ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ സൈക്കോളജി എന്നാണ്. അപ്പൊ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലൂടെ, കൃത്യമായ ഒബ്സർവേഷനിലൂടെ സയന്റിഫിക് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത ഡാറ്റയെ ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യേണ്ട എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ഒരു ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, എങ്ങനെ റിസർച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. അതുമായി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് ജനറൽ പ്രിൻസിപ്പിൾസ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഒബ്സർവേഷൻസ്. അതായത് ഈ പറഞ്ഞ ഇന്റഗ്രേഷൻ ഉണ്ടല്ലോ, ജനറൽ പ്രിൻസിപ്പിൾസും ഈ കളക്റ്റഡ് ആയിട്ടുള്ള ഒബ്സർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഭാവിയിൽ ആളുകളുടെ സ്വഭാവത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു കോമൺ സെൻസിന്റെ ബേസിലാണെങ്കിൽ ഭാവിയിലും ഇത് തന്നെ നടക്കുമെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ സോഷ്യൽ സൈക്കോളജിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭാവിയെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പം ഈ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ്, സോഷ്യൽ സൈക്കോളജി ഡാറ്റ എന്ത് ചെയ്യുന്നു, കെയർഫുൾ ആയിട്ട് ഒബ്സർവേഷനിലൂടെ കളക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ആ കളക്ട് ചെയ്ത ഡാറ്റ ഒരു ജനറൽ പ്രിൻസിപ്പിൾസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. മൂന്നാമത് ആ ജനറൽ പ്രിൻസിപ്പിൾസും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളതും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഭാവിയെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻസും നിരീക്ഷണങ്ങളും വെക്കുന്നു എന്നാണ്. അപ്പൊ ഇത് മൂന്നും ആക്ച്വലി എന്താണ്, സോഷ്യൽ സൈക്കോളജി വെറും ഒരു കോമൺ സെൻസ് അല്ല, ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്, ഒരു സയന്റിഫിക് ഫീൽഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് മക്ഡാവിഡും ഹെരാരിയും 1994 പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇക്വേഷൻ ആണ്, മാത്തമാറ്റിക്സ് എന്നല്ല, കേർട്ട് ലെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് അപ്ലൈഡ് സൈക്കോളജി എന്നാണ് പറയുന്നത്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ ആണ് ആര്, കേർട്ട് ലെവിൻ. അപ്ലൈഡ് സൈക്കോളജി അല്ല കേട്ടോ, സോഷ്യൽ സൈക്കോളജി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു B = F ബ്രാക്കറ്റിൽ PE എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ he said that behavior can be viewed as a function of the person and the environment എന്നാണ്. അതായത് നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ എന്ത് സ്വഭാവമായാലും അത് എന്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, പേഴ്സൺ ആൻഡ് ദ എൻവയോൺമെന്റ്. ഒരു വ്യക്തിയുടെ സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ അയാളുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നാണ്, ഓരോ വ്യക്തിയുടെ സ്വഭാവം എന്നാണ് കേർട്ട് ലെവിൻ 1951 പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ ആണ്. ബിഹേവിയർ ഇസ് ഈക്വൽ ടു F ഫംഗ്ഷൻ ഓഫ് E means environment, P means person അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ദ പേഴ്സൺ എന്നാണ്. ഓക്കെ, സോ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ മറന്നുകൊണ്ട് B = F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ = ഫംഗ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് എൻവയോൺമെന്റ്. ഒരു വ്യക്തിയും അയാളുടെ ചുറ്റുപാടുകളും കൂടിയിട്ടാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയറിന്റെ ഫംഗ്ഷൻസും സംഭവങ്ങളൊക്കെ വരുന്നത് എന്നാണ്, അല്ലെങ്കിൽ സ്വഭാവം തീരുമാനിക്കപ്പെടുന്നതെന്നാണ്. തീർച്ചയായിട്ടും ആണ്, നമുക്കറിയാം നമ്മളുടെ സ്വഭാവങ്ങളൊക്കെ ഒരുപാട് ചുറ്റുപാടുള്ള ആളുകളും നമ്മൾ കണ്ട സിനിമയും കണ്ട വീഡിയോസും അല്ലെങ്കിൽ കേട്ട പാട്ടുകളും വായിച്ച പുസ്തകങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിഹേവിയറിൽ നിന്നാണ്. എനിവേ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് സയന്റിഫിക് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി. പിന്നെ വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് അസൂയ മറ്റുള്ള ആളുകളോട് തോന്നുന്നത്? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് രണ്ടും സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഒരാളെ ആക്സിഡന്റിൽ വരുന്ന ആളെ നിങ്ങൾ മുമ്പ് ഞാൻ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അയാളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ് ഈസ് എൻ ഒവേർട്ട് ബിഹേവിയർ. ഒവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയർ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അത് അസൂയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീലസി എന്ന് പറയുന്നത് ഉള്ളിലുള്ള കാര്യമാണ്. അപ്പം ഈ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒവേർട്ട് ആയിട്ടുള്ള പുറത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളും ഇമോഷണൽ സ്റ്റേറ്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമായിട്ട് സോഷ്യൽ സൈക്കോളജി നിൽക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും സോഷ്യൽ സൈക്കോളജി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ കോസസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് തോട്ടിനെ കുറിച്ചാണ്. അതായത് ഒരു വ്യക്തിയുടെ സമൂഹത്തിൽ, അതായത് അയാള് മറ്റുള്ള ആളുകളുമായിട്ട് കൂടുന്ന സമയത്ത്, ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ബിഹേവിയറും അയാൾ എങ്ങനെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസിൽ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ അദ്ദേഹത്തിന്റെ തോട്ട്സിന്റെയും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, കോസസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് തോട്ട്. ചിന്തകളുടെയും സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസിലെ ഒരു വ്യക്തിയുടെ ബിഹേവിയറിന്റെയും
പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടീമിലുള്ള സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള നിങ്ങൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളുടെ സ്വഭാവം ഭയങ്കര ഓഫുൾ ആയിട്ട് ഭയങ്കര ലൈക്ക് ഒരു മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. എപ്പോഴെങ്കിലും ലൈക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം കാലം എക്സ്പീരിയൻസ് ഉണ്ടോ അത്രത്തോളം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഓഫുൾനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കോമൺ ആൻസർ ഐ തിങ്ക് ഉണ്ട് എന്നായിരിക്കും. കാരണം നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പല ബിഹേവിയേഴ്സും സോഷ്യൽ ബിഹേവിയേഴ്സും പല ആളുകളും സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽ പലതവണ പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രതികരിച്ചൊന്നും വരില്ല. കാരണം അയാളുടെ സ്വഭാവമായി അയാളുടെ കാര്യങ്ങൾ നോക്കി അയാൾ പോകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടാവും. എനിവേ അതിൽ ഫസ്റ്റത്തെ ഒരു കാരണം, അതായത് നമ്മളെ സോഷ്യൽ ബിഹേവിയറിന്റെ നമ്മുടെ സോഷ്യൽ തോട്ടിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ ഒന്നാണ് ദ ആക്ഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ള ആളുകളുടെ ആക്ഷൻസ്, ബിഹേവിയേഴ്സ്, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ നമ്മൾ എങ്ങനെ സൊസൈറ്റിയിൽ അയാൾ അടക്കമുള്ള ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ തീരുമാനിക്കുന്നതിൽ, എങ്ങനെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ബേസിക് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. ഒരു വ്യക്തിയുടെ മെമ്മറി, റീസണിങ്, ബിലീഫ് അഥവാ വിശ്വാസങ്ങൾ, അയാളുടെ ഐഡിയാസ്, മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ്സ്, അതായത് ഇവാലുവേഷൻസ്, അയാൾ ഇങ്ങനെയാണ്, അയാൾ മറ്റേ ആൾ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബേസിക് കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ട് നമ്മളുടെ സോഷ്യൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? മെമ്മറി, ഓക്കെ, അതായത് നമ്മളുടെ മെമ്മറി ലെവൽസ്, റീസണിങ്, നമ്മൾ എങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ ഐഡിയാസ്, നമ്മുടെ ജഡ്ജ്മെന്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സോഷ്യൽ ബിഹേവിയറിനെയും തോട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അടുത്തതാണ് ഇക്കോളജിക്കൽ വേരിയബിൾസ്, അതായത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഫിസിക്കൽ എൻവയോൺമെന്റ്. ഇക്കോളജിക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ ഒരു പക്ഷേ ആ സമയം എത്രത്തോളം ചുറ്റുപാടിൽ, അതായത് ഫിസിക്കൽ എൻവയോൺമെന്റിൽ ടെമ്പറേച്ചർ എത്രയാണ്, അല്ലെങ്കിൽ ചൂട് എത്രയുണ്ട്, ഹ്യൂമിഡിറ്റി എത്രയുണ്ട്, അതുപോലെ തന്നെ ലൈക്ക് ഭയങ്കര തണുപ്പാണോ ചൂടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ചൂടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് അഗ്രഷൻ കൂടുതലായിരിക്കില്ല എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്വാഭാവികമാണ്, കൂടുതലായിരിക്കും. കാരണം ഇതൊരു തിയററ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചൂടുള്ള ദിവസമൊക്കെ ചിലപ്പം പുറത്തുള്ള ചൂട്, അതായത് വെയില് കൂടുതലുള്ള ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പം അഗ്രഷൻ കുറച്ച് കൂടാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്. എനിവേ, ആ ഒരു ഇക്കോളജിക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഫിസിക്കൽ എൻവയോൺമെന്റിലുള്ള കാര്യങ്ങളാണ്. പിന്നെ കൾച്ചറൽ കണ്ടെക്സ്റ്റ് ആണ്, നമ്മുടെ സംസ്കാരത്തിലുള്ള വിശ്വാസങ്ങൾ, നിയമങ്ങൾ, ഓരോ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന നിയമങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ജനറ്റിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൽ, എങ്ങനെ നമ്മൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ചിന്തിക്കുന്നു എന്നുള്ളതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ സ്വന്തം ജനറ്റിക്സ് അല്ലെങ്കിൽ ജീൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഇത്രയും ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഷ്യൽ ബിഹേവിയറിന്റെയും തോട്ടിന്റെയും കോസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. We can move on to the next portion, which is the scope of social psychology. സോഷ്യൽ സൈക്കോളജി എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ സ്കോപ്പിൽ വരുന്നത്. ലൈക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാം. It tries to see how the thoughts, feelings and behaviors of individuals are influenced by the actual imagined or implied presence of others. അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സോഷ്യൽ സൈക്കോളജി എന്താണ് ശ്രമിക്കുന്നത്, ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഫീലിങ്സ് എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ പ്രസൻസിൽ ഇൻഫ്ലുവൻസ് ആവുന്നതെന്നാണ് നോക്കുന്നത്. അതില് സോഷ്യൽ പെർസെപ്ഷൻ വരും, അതായത് നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ മറ്റുള്ള ആളുകളെ പെർസീവ് ചെയ്യുന്നതെന്ന് വരും, എങ്ങനെയാണ് സോഷ്യലി നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് വരും, മറ്റുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വരും. അതോടൊപ്പം തന്നെ ദിസ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ മെനി കൈൻഡ്സ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസസ്. എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നമ്മളുടെ വിശ്വാസത്തെ, നമ്മളുടെ ട്രസ്റ്റിനെ, നമ്മളുടെ ലൈക്ക് പവറിനെ, അതായത് നമ്മുടെ ഒരു ഫീലിംഗ് ഓഫ് പവറിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള ഇറ്റ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫ്ലുവൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ ആൻഡ് ബിഹേവിയേഴ്സ് ഹാവ് അപ്പോൺ ബിഹേവിയർ ഓഫ് ഗ്രൂപ്പ്സ്. അതായത് ഓരോ വ്യക്തികളുടെയും
ഒരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള, അതൊരു മതപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഗ്രൂപ്പ് ആവട്ടെ, എന്തുമാവട്ടെ, ആ ഗ്രൂപ്പുകളോട് ഹ്യൂമൻ ബീങ്സിന്റെ ഓരോ ആളുകളുടെയും പെർസെപ്ഷൻ, ആ ഗ്രൂപ്പിനെ ആളുകൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പ് നല്ലതായിട്ടാണോ ഞാൻ പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോശമായിട്ടാണോ ഞാൻ പെർസീവ് ചെയ്യുന്നത്, ഒക്കെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഓരോ ആളുകളുടെയും ഒപ്പീനിയൻസും ഓരോ ആളുകൾ ഓരോ ഗ്രൂപ്പിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതും ആ ഗ്രൂപ്പിന്റെ ബിഹേവിയറിനെ, ആ ഗ്രൂപ്പ് എങ്ങനെ മറ്റുള്ള ആളുകളോട് പെരുമാറുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന ഒരു സ്കോപ്പായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതായത് പല ഗ്രൂപ്പുകളും നമ്മളുടെ ഇടയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ലൈക്ക് രാഷ്ട്രീയം പറയുന്നില്ല, എനിവേ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ ഗ്രൂപ്പാണെന്ന് കരുതുക. ആ ഗ്രൂപ്പിനെ കുറിച്ച് ആളുകളുടെ ഒക്കെ ഓരോ വ്യക്തികളുടെയും അഭിപ്രായം അത്ര നല്ലോന്നല്ല, അവർ പ്രശ്നക്കാരാണ്, ഒരു എന്താണ് ലൈക്ക് ഇതിന് ഭയങ്കര സിസ്റ്റത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് പറയാണ്. ആക്ച്വലി അവർ പ്രശ്നക്കാരല്ലെങ്കിൽ പോലും എല്ലാ ആളുകളും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, പ്രശ്നക്കാരായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെ അവരുടെ ഗ്രൂപ്പിന്റെ ടോട്ടൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? ഈ ആളുകളുടെ വിശ്വാസങ്ങളും അവരെ കുറിച്ചുള്ള പെർസെപ്ഷൻസും ആണ്. സോ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ സ്റ്റഡീഡ് ബൈ സോഷ്യൽ സൈക്കോളജി. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, സോഷ്യൽ സൈക്കോളജി tries to understand groups themselves as behavioral entities and the relationship that influences one group has upon the another group. ഇനിയാണ് പറയുന്നത് ലൈക്ക് ഗ്രൂപ്പ്സിനെ കുറിച്ച് തന്നെയാണ്, പക്ഷെ ഇവിടെ ആളുകൾ എങ്ങനെ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നല്ല. രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ബിഹേവിയർ എങ്ങനെ മറ്റൊരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഭരണപക്ഷം എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം വരുന്നത് എന്തുകൊണ്ടാണ്? ഭരണപക്ഷം എന്തോ ഒന്ന് ചെയ്തത് കൊണ്ടാണ്, അല്ലെ? ഓക്കെ, പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ്, അത് ഭരണപക്ഷം ആവട്ടെ എന്തും ആവട്ടെ, ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താണോ ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ എന്താണോ ആ ബിഹേവിയർ അതുപോലെ ഉള്ള മറ്റ് ഗ്രൂപ്പുകളുടെ ബിഹേവിയറിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് എന്ത് ചെയ്യുന്നു, സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നു. സോ ദീസ് ത്രീ ആർ ദ ബേസിക് സ്കോപ്പ് പരമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ് ഓഫ് അല്ലെങ്കിൽ ദ എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജിയാണ്. അതായത് ഈ സോഷ്യൽ സൈക്കോളജിയുടെ, നമ്മളുടെ ഇന്നത്തെ സോഷ്യൽ സൈക്കോളജിയുടെ എമർജൻസ് എങ്ങനെയായിരുന്നു, അതിന്റെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ ഹിസ്റ്ററി, സോഷ്യൽ സൈക്കോളജി ഹിസ്റ്ററി, നമ്മളുടെ പൊതുവെ സൈക്കോളജി ഹിസ്റ്ററിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ്. ഇറ്റ് ഹാസ് എ ലോങ് പാസ്റ്റ് ബട്ട് എ ഷോർട്ട് ഹിസ്റ്ററി. ഓക്കെ, അതായത് വലിയൊരു പാസ്റ്റ് ഇതിനുണ്ട്. കാരണം ഹ്യൂമൻ ബീങ്സ് എന്ന് മുതലുണ്ടോ അന്ന് മുതൽ സോഷ്യൽ സൈക്കോളജിയുടെ ആസ്പെക്ട്സ് അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, സൊസൈറ്റീസ് ഉണ്ടായിട്ടുണ്ട്. സോ സോഷ്യൽ സൈക്കോളജി അപ്പോഴേ ഉണ്ട്. പക്ഷെ ഒരു സയൻസ് ആയിട്ട് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഈ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് മറ്റ് സയന്റിഫിക് ഫീൽഡ് പോലൊക്കെ തന്നെയാണ്. ലൈക്ക് ഗ്രീക്ക് ഫിലോസഫിയും സംഭവങ്ങളൊക്കെ വന്ന് അതിന്റെ ഭാഗമായിട്ട് കുറെ സയന്റിഫിക് ഫീൽഡുകളൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായി വന്നത്. അപ്പൊ ഈ സോഷ്യൽ സയൻസ് ഉണ്ടാവുന്നതിന്റെ മുമ്പ്, ഓക്കെ, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രം ഉണ്ടാവുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ സോഷ്യൽ തോട്ട്സിന്റെ അവസ്ഥ എന്നുള്ളതാണ് നോക്കുന്നത്. സോഷ്യൽ തോട്ട്സ് ബിഫോർ ദ അഡ്വന്റ് ഓഫ് സോഷ്യൽ സയൻസ്. അതായത് സോഷ്യൽ സയൻസ് ഒക്കെ വരുന്നതിന്റെ മുമ്പ് എന്തായിരുന്നു, ആളുകൾ എങ്ങനെയായിരുന്നു സോഷ്യൽ തോട്ട്സിനെ ഡിറ്റർമൈൻ ചെയ്തത് എന്നാണ് നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണുള്ളത്. ഒന്ന് അരിസ്റ്റോട്ടിൽ ആണ്, ഒന്ന് പ്ലാറ്റോ ആണ്. ഓക്കെ, പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും നിങ്ങൾക്ക് പരിചിതമായ പേരുകളാണ്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അരിസ്റ്റോട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ആനിമൽസ് എന്നുള്ളത്. ഓക്കെ, അതായത് ഹ്യൂമൻ ബീങ്സ് സാമൂഹിക ജീവികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ വെരി വെൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതേഴ്സ്. ഓക്കെ, അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ സോഷ്യൽ സൈക്കോളജിയുടെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ തന്നെ ഒരു തുടക്കത്തിന്റെ ഒക്കെ മുമ്പുള്ള കാലഘട്ടത്തിൽ പ്ലാറ്റോണിക് ആൻഡ് അരിസ്റ്റോട്ടീലിയൻ എന്നുള്ള രണ്ട് രീതിയിലായിരുന്നു അവിടുത്തെ ആളുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരുന്നത്. ഓരോ കാലത്തും രണ്ട് ടൈപ്പ് ഓഫ് വിശ്വാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫാനിസംസ് ഉണ്ടാവും. നമ്മൾ ഫുട്ബോളിൽ റൊണാൾഡോ, മെസ്സി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലൈക്ക് എല്ലാ സമയങ്ങളും അങ്ങനെ ഒപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെയായിരുന്നു ഈ പ്ലാറ്റോയുടെ കാര്യവും അരിസ്റ്റോട്ടലിന്റെ കാര്യവും. അപ്പൊ അവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ സോഷ്യൽ തോട്ട്സിനെ, അതായത് ആളുകൾ എങ്ങനെ സൊസൈറ്റിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തത് നമുക്ക് നോക്കാം. പ്ലാറ്റോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന്റെ സോഷ്യൽ തോട്ട്സ് ഒക്കെ അവര് ലേൺ ചെയ്തെടുത്തതാണ്, അല്ലെങ്കിൽ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണെന്നാണ്. ഓക്കെ, പ്ലാറ്റോ പറയാണ് എന്റെ സോഷ്യൽ ബിഹേവിയർ ഞാൻ ജനിക്കുമ്പോ ഉള്ളതെന്നല്ല, പക്ഷെ എന്താണ് അത് എല്ലാ വ്യക്തികളുടെയും പോലെ ഞാൻ സ്വന്തം പഠിച്ചെടുത്ത എഡ്യൂക്കേറ്റ് ചെയ്തെടുത്ത കാര്യമാണെന്നാണ്. പക്ഷെ അരിസ്റ്റോട്ടിൽ പറയുന്നത് അങ്ങനെയല്ല. അരിസ്റ്റോട്ടിൽ സേസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ
സോഷ്യൽ ഇൻ നേച്ചർ എന്നാണ്, അതായത് ബൈ നേച്ചർ ആൻഡ് നേച്ചർ ക്യാൻ ബി ട്രസ്റ്റഡ് ടു എനാബിൾ ഇൻഡിവിജ്വൽസ് ടു ലിവ് ടുഗദർ ആൻഡ് ടു എൻഡർ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ ബീങ്സ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു നേച്ചർ തന്നെ സോഷ്യൽ ആണെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അല്ലാതെ അത് പ്രത്യേകിച്ച് പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. അത് ബൈ നേച്ചർ ഹ്യൂമൻ ബീങ്സ് സോഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ആനിമൽസ് ആണ് അദ്ദേഹം പറഞ്ഞല്ലോ. സോ എനിവേ അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. പ്ലാറ്റോ പറഞ്ഞു സോഷ്യൽ തോട്ട്സും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും നമ്മുടെ സോഷ്യൽ നേച്ചർ ഒക്കെ എന്താണ് നമ്മൾ പഠിച്ചെടുക്കേണ്ട, ലേൺ ചെയ്യേണ്ട സ്കിൽസ് ആണെന്നാണ് പറഞ്ഞത്. അരിസ്റ്റോട്ടിലോ അങ്ങനെ പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ നേച്ചർ എന്താണ്, സോഷ്യൽ നേച്ചർ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലാറ്റോസ് ഫിലോസഫീസ് റിഗാർഡിംഗ് ദ സോഷ്യൽ തോട്ട്സ് ബിഫോർ ദ അഡ്വന്റ് ഓഫ് സോഷ്യൽ സയൻസ്. ഇനി സോഷ്യൽ സൈക്കോളജിയിലെ ഹിസ്റ്ററിയിൽ പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ് ഹെഡോണിസം ആൻഡ് യൂട്ടിലിറ്റേറിയനിസം. ഓക്കെ, അതായത് ഹെഡോണിസവും യൂട്ടിലിറ്റേറിയനിസം രണ്ടും ഇൻഡിവിജ്വലിസ്റ്റിക് കൺസെപ്റ്റ്സ് ആണ്. അതായത് ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്നു എങ്കിൽ പോലും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക്, അതായത് നമ്മൾ സൊസൈറ്റിയുടെ ഭാഗമാവുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം സെൽഫിഷ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാനും അല്ലെങ്കിൽ അയാളുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണെന്നാണ് ഈ ഒരു ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. അപ്പം ആ ഇൻഡിവിജ്വലിസത്തിന്റെ ഭാഗമായിട്ട് വന്ന രണ്ട് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ്, ഒന്ന് ഹെഡോണിസവും ഒന്ന് യൂട്ടിലിറ്റേറിയനിസവും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെഡോണിസം പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സ് ആക്ട്, അത് സോഷ്യൽ സിറ്റുവേഷനിലാവാം, അഭിനയിക്കുക എന്നല്ല കേട്ടോ, ലൈക്ക് ബിഹേവ് ചെയ്യുന്നത്. ആക്ട് എന്ന് പറയുമ്പോൾ അഭിനയം എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ വരരുത്. സോ അഭിനയിക്കുക എന്നുള്ളതല്ല, ഇവിടെ ലൈക്ക് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ആക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പീപ്പിൾ ആക്ട് ഇൻ ഓർഡർ ടു ഗെയിൻ മാക്സിമം പ്ലഷർ ഓർ ഹോൾഡ് ദാറ്റ് ഫിസിക്കൽ പ്ലഷർ for oneself is the only good thing and people strive for that എന്നാണ്. ഹെഡോണിസം പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീങ്സും, ഓരോ വ്യക്തികളും ആക്ട് ഔട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ മാത്രം പ്ലഷറിന് വേണ്ടിയിട്ട്, മാക്സിമം അവർക്ക് സന്തോഷവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ്, പ്ലഷറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആനന്ദമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ ബീങ്സ് വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഹെഡോണിസം പറയുന്നത്. അപ്പോ എത്രത്തോളം സന്തോഷം ഒരു കാര്യത്തിൽ നിന്ന് നേടാൻ പറ്റും അത്രത്തോളം ഹ്യൂമൻ ബീങ്സ് അതിൽ ഇൻവോൾവ് ആവുമെന്ന് ഹെഡോണിസം പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി യൂട്ടിലിറ്റേറിയനിസം പറഞ്ഞു കഴിഞ്ഞാലോ, അതെന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലിറ്റി ഉള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ ബീങ്സ് ഇൻവോൾവ് ആവാനാണ്. അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു വ്യക്തി ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് പ്ലഷർ എന്നുള്ള പറഞ്ഞ കാര്യം വേണം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് യൂട്ടിലിറ്റേറിയനിസത്തിൽ പറയുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവോൾവ് ആവാന്ന് നോക്കുന്നത്. അപ്പം ലൈക്ക് യൂട്ടിലിറ്റേറിയനിസം പറയുന്നതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ, സോഷ്യൽ സിറ്റുവേഷനിൽ ആളുകൾ കൂടുന്നിടത്തിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മൾ പോകണ്ടോ എന്നുള്ളത് തീരുമാനിക്കുമെന്നാണ്. ഓക്കെ, അപ്പൊ ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടേം ആക്ച്വലി പ്ലഷറും സംഭവങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു ഇൻഡിവിജ്വൽ സ്റ്റേറ്റിലേക്ക് മാത്രമല്ല. അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് പ്ലഷർ കിട്ടുന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബീങ്സ് അത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സന്നദ്ധമാവുന്നതാണ്. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി, യൂട്ടിലിറ്റേറിയനിസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് ഗുണം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് സ്വാഭാവികമായിട്ടും ചെയ്യും. അപ്പൊ അത് എനിക്കും സന്തോഷം തരുന്നുണ്ടല്ലോ. സോ അങ്ങനെയാണ് യൂട്ടിലിറ്റേറിയനിസം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നത് നമുക്ക് കൂടെ അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാം കൂടെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ഉപകാരം ഉള്ളത് കൂടെ കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഹെഡോണിസം ഒരു പേഴ്സണൽ ലെവലിലുള്ള സന്തോഷം മാത്രമാണ് നോക്കുന്നത്. യൂട്ടിലിറ്റേറിയനിസം നോക്കുന്നത് എന്തെങ്കിലും ഉപകാരങ്ങൾ നമുക്കും നമ്മുടെ ചുറ്റുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും ഉണ്ടോ എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, നമ്മുടെ ഹിസ്റ്ററിയില് സോഷ്യൽ സൈക്കോളജി ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറിയതിനെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തായിരുന്നു, ലൈക്ക് ഹെഡോണിസവും യൂട്ടിലിറ്റേറിയനിസവും പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും ഒക്കെ ഈ ഒരു സോഷ്യൽ സയൻസ് തന്നെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് ഒക്കെ വന്നു, കുറെ സയന്റിഫിക് ഫീൽഡുകൾ വന്നു, സൈക്കോളജി വന്നു. ആ ഒരു സൈക്കോളജിയുടെ ഒക്കെ ഡിസിപ്ലിൻ നിന്നും മറ്റൊരു ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യൽ സൈക്കോളജി വന്നതിനെയാണ് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്തുകൊണ്ട് സോഷ്യൽ സൈക്കോളജി ലൈക്ക് സയൻസിൽ നിന്നും, അതായത് മറ്റു ഫീൽഡിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്.
അതിൽ ഒന്നാമത്തെ കാരണമാണ് മറ്റ് സയന്റിഫിക് ഫീൽഡുകളിൽ, സൈക്കോളജി അല്ലാത്ത, സോഷ്യൽ സൈക്കോളജിയുമായി ബന്ധപ്പെടാത്ത മറ്റ് സയന്റിഫിക് ഫീൽഡുകളിലെ ഉണ്ടായ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടായ സോഷ്യോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് ഒന്നാമത്തെ കാരണം. ഓക്കെ, അവർക്കൊക്കെ സോഷ്യോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ സൈക്കോളജി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാവുന്നു തീരാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഡിറൈവ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ മാനേജ് ചെയ്യുന്നതിൽ സോഷ്യോളജിക്കും സൈക്കോളജിക്കും ആ ഒരു സമയത്ത് ഉണ്ടായ അപാകതകളാണ് സോഷ്യൽ സൈക്കോളജിയിലേക്ക് നയിച്ചത് എന്നാണ്. ഓക്കെ, അതായത് ഒരുപാട് സോഷ്യോ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ട്. സോഷ്യോ സൈക്കോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ഹ്യൂമൻ ബീങ്സിന്റെ മെന്റൽ ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് പറ്റുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ സോഷ്യോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ആ ഒരു ഇഷ്യൂസ് ഇങ്ങനെ കൂടി വന്നിട്ട് ആ കാര്യങ്ങളൊന്നും നമ്മളുടെ സോഷ്യോളജിക്കോ നമ്മുടെ സ്വന്തം സൈക്കോളജിക്കോ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫീൽഡ് വേണമെന്നുള്ള ആവശ്യം വരികയും സോഷ്യൽ സൈക്കോളജി വരികയും ചെയ്തത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഫൈനലി ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഫോംസ് ഓഫ് ഇൻഡിപെൻഡന്റ് സോഷ്യൽ സൈക്കോളജിക്കൽ നോളജ് ആണ്. അതായത് ആദ്യം ഈ സോഷ്യൽ സൈക്കോളജി വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്താൻ ചില റിസർച്ചേഴ്സ് താല്പര്യം കാണിച്ചു. അവര് താല്പര്യം കാണിച്ചത് കൊണ്ട് ഉണ്ടായ റിസർച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, ഈ സോഷ്യൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിലെങ്കിലും പരിഹാരമായി വന്നു. അപ്പം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എന്ത് മനസ്സിലായി, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം റിസർച്ചേഴ്സ് ചെറിയ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ മാറ്റങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജിക്കൽ പ്രോബ്ലത്തില് വരുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതെന്ത് ചെയ്തു, സോഷ്യൽ സൈക്കോളജിയുടെ ഒരു തിരിഞ്ഞു വരുന്നതിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ അത്രേ പറയാനുള്ളൂ. മിഡ് 19th സെഞ്ചുറി, അതായത് 19ാം നൂറ്റാണ്ടിന്റെ സെന്റർ അല്ലെങ്കിൽ മിഡിലൊക്കെ ആയ സമയത്താണ് സോഷ്യോ സൈക്കോളജിക്കൽ തിയറീസ്, ആദ്യത്തെ സോഷ്യോ സൈക്കോളജിക്കൽ തിയറീസ് എന്ത് ചെയ്തത്, ഉണ്ടായത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യപ്പെട്ടത്. ആൻഡ് അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായിരുന്നു പ്യൂപ്പിൾ സൈക്കോളജിയും അതോടൊപ്പം തന്നെ മാസ് സൈക്കോളജിയും. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ മിഡിൽ ഏജിൽ വന്ന ഒരു തിയറീസിൽ ഒന്നാണ് പ്യൂപ്പിൾ സൈക്കോളജി. അതിന്റെ കൺസെപ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്യൂപ്പിൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജി പഠിക്കുന്നത് ഹ്യൂമൻ ബീങ്സിനെയും അതിന്റെ സയന്റിഫിക് ഫീച്ചേഴ്സിനെയും ഒക്കെ കുറിച്ച് മാത്രമാണെന്നുള്ളതാണ് പ്യൂപ്പിൾ സൈക്കോളജി ഒരു ഡെഫിനിഷൻ എന്നുള്ളത്. ആ ഡെഫിനിഷനേക്കാൾ കൂടുതൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ജർമ്മനിയിലാണ് പീപ്പിൾ സൈക്കോളജി വന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ലെസാരസ് ആൻഡ് സ്റ്റെയിൻഡാൽ. ഓക്കെ, ലെസാരസും സ്റ്റെയിൻഡാലും ആണ് എന്ത് ചെയ്തത്, ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. അവരുടെ പേരുകളും അവരുടെ സ്പെല്ലിംഗ് ഒക്കെ SLM ഉണ്ട്, നോക്കിയാൽ മതി. 1859 എന്ത് ചെയ്തു, ഈ ജേണൽ ഓഫ് പീപ്പിൾ സൈക്കോളജി ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് വാസ് ഫൗണ്ടഡ്. അതായത് പീപ്പിൾ സൈക്കോളജിയെ കുറിച്ചുള്ള പഠനങ്ങളുടെ ജേണൽ അത് വരുന്ന ഒരു മാഗസിൻ എന്ത് ചെയ്തു, അവര് റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത്. 1859 1859 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതായത് 19ാം നൂറ്റാണ്ടിന്റെ ഒരു ഹാഫ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോ അതിൽ തന്നെ ഈ ലെസാരസ് എന്ത് ചെയ്തു, ഒരു ഇൻട്രൊഡക്ടറി തോട്ട്സ് ഓൺ പീപ്പിൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിളിൽ പീപ്പിൾ സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷൻസും സ്റ്റഡീസിനെ കുറിച്ചുള്ള റിസൾട്ട്സ് ഒക്കെ വന്നു. ഓക്കെ, പിന്നെ നമ്മുടെ വില്യം വുണ്ട് വന്നു. അതായത് വില്യം വുണ്ട് ആണ് ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി ജർമ്മനിയിൽ ലൈപ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തത്, സെറ്റ് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അദ്ദേഹം വന്നു. അദ്ദേഹം എന്ത് ചെയ്തു, പീപ്പിൾ സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയുണ്ടായി എന്നും ചരിത്രം പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ പീപ്പിൾ സൈക്കോളജി കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വന്ന വൈഗോട്സ്കി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം പീപ്പിൾ സൈക്കോളജി കൺസിഡർ ലാംഗ്വേജ്, മിസ്, കസ്റ്റംസ്, ആർട്സ് ആൻഡ് റിലീജിയസ് ആസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി. അതായത് സൈക്കോളജിയുടെ ഹ്യൂമൻ ബീങ്സിന്റെ നേച്ചറിനേക്കാളും കൂടുതൽ പീപ്പിൾ സൈക്കോളജി എന്ത് ചെയ്തു, ലാംഗ്വേജ്, പിന്നെ അന്ധവിശ്വാസങ്ങള്, പിന്നെ സമൂഹത്തിലെ കസ്റ്റംസ്, പിന്നെ റിലീജിയന്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പീപ്പിൾ സൈക്കോളജി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വൈഗോട്സ്കി പോലെയുള്ള ആളുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ, അതാണ് പീപ്പിൾ സൈക്കോളജി. ഇനി അടുത്ത ടൈപ്പ് എന്താണ്, മാസ് സൈക്കോളജി ആണ്. മാസ് സൈക്കോളജി വന്നത് ആക്ച്വലി ആ ഒരു ഫസ്റ്റ് തിയറീസിൽ തന്നെയാണ്. ആ ഒരു 19ാം നൂറ്റാണ്ടിന്റെ സെന്ററൊക്കെ ആയ സമയത്ത് തന്നെ ലോകത്ത് ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു. നമുക്കറിയാം, വേൾഡ് വാറിന്റെ ഒക്കെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെവല്യൂഷൻസ്, വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മോബ്, അതായത് മാസ് ആളുകൾ നടത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റുകള്, സ്ട്രൈക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ തിയറി വന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ്. ഏകദേശം 1880 ശേഷമാണ് നമുക്ക് പറയാം, അവസാനം എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഇത് എമേർജ് ചെയ്തത് അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത് ഇറ്റാലിയൻ ലോയർ ആയിട്ടുള്ള
സ്കിപ്പിയോ സിഗേല എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെയാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. എനിവേ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് അങ്ങനെ പറയാം. സ്കിപ്പിയോ സിഗേലയാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കൂടെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഗുസ്താവോ ലീ ബോണും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് ഈ തിയറി കൊണ്ടുവരാനാണ്. അപ്പൊ മാസ് സൈക്കോളജി തിയറി കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇറ്റാലിയൻ ലോയർ ആൻഡ് എ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ്. ഇറ്റാലിയൻ ലോയർ ആയിട്ടുള്ള സിഗേലയും ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഗുസ്താവോ ലീ ബോണുമാണ് ഈ മാസ് സൈക്കോളജി തിയറി കൊണ്ടുവന്നത്. ഓക്കെ, അത് ഈ according to Lebon, this accumulation of people represented the idea of the mass. അതായത് ആളുകൾ ഒരു മാസ് ആയി വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോരാടുമ്പോഴും ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടി ഒരു കാര്യത്തിന് വേണ്ടി, ഒരു അവകാശത്തിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴും ആളുകളുടെ മെന്റൽ സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പീപ്പിൾ സൈക്കോളജിയിൽ നിന്നും ഇൻഡിവിജ്വൽ സൈക്കോളജിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തിയറിയുടെ ആവശ്യമുണ്ട് എന്നാണ് മാസ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. കാരണം നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളുടെ ബിഹേവിയർ നമുക്ക് ഒരു പക്ഷേ ഒരു സിറ്റുവേഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ആക്രമിക്കാൻ വന്നാൽ നമുക്ക് നോക്കി നിൽക്കുക അല്ലാതെ ഈവൻ സൈക്കോളജിയിലെ ഒരു കൺസെപ്റ്റിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് മാസ് സൈക്കോളജി. മാസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കുറിച്ചുള്ള പഠനമാണ്. അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ആളുകൾ വരുമ്പോൾ മാസമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ഹ്യൂമൻ ബീങ്സിൽ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് മാസ് സൈക്കോളജി എന്ന് പറയുന്ന 19th സെഞ്ചുറിയുടെ അവസാന ഭാഗം വന്ന ഹ്യൂമൻ സോഷ്യൽ സൈക്കോളജി തിയറി പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയായിരുന്നു എന്നാണ്. അതില് 1908 നമ്മൾ ആദ്യമായിട്ട് സോഷ്യൽ സൈക്കോളജിയുടെ ടെസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം അതില് 1908 2 പുസ്തകങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ബൈ വില്യം മക്ഡോവൽ. വില്യം മക്ഡോവലിന്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന പുസ്തകമാണ് 1908 ആദ്യമായിട്ട് വന്ന ഒരു പുസ്തകം. പിന്നീടുള്ള വന്ന രണ്ടാമത്തെ പുസ്തകം അതേ ഇയറിൽ വന്നത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ബുക്കാണ്. അത് കൊണ്ടുവന്നത് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വാർഡ് എ റോസ് ആണ്. ഓക്കെ, അപ്പൊ ഫാക്ച്വൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ ഈ ഒരു പോർഷനില്. പിന്നെ ഇതിനു മുമ്പ് അതായത് 1897 എന്ത് സംഭവിച്ചിട്ടുണ്ട്, ജെയിംസ് മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം, ഒരു ലൈക്ക് മാനിഫെസ്റ്റോ പോലൊരു സംഭവം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ മെന്റൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ വിച്ച് വാസ് considered as one of the first manual in psychology. അപ്പൊ ഫസ്റ്റ് മാനുവൽ ഇൻ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ മെന്റൽ ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഇൻ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം മക്ഡോവലിന്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജിയും എഡ്വാർഡ് എ റോസിന്റെ സോഷ്യൽ സൈക്കോളജിയും ആണെന്നാണ് പറയേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റത്തെ പോർഷൻ, ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റത്തെ പോർഷൻ ആണ് ബിഗിനിങ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച്. അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്തൊക്കെ ചെയ്തു, സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് വരുന്നതിന് മുമ്പുള്ള അതിന്റെ തോട്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി ഒരു പുതിയ ഫീൽഡ് ആയിട്ട് വന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉണ്ടായ പീപ്പിൾ സൈക്കോളജി, മാസ് സൈക്കോളജി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി ഒരു എക്സ്പെരിമെന്റൽ ഫീൽഡ് ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ റിസർച്ചുകൾ പ്രധാനമായിട്ടും ഈ ലബോറട്ടറി റിസർച്ചുകളൊക്കെ സോഷ്യൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് തുടങ്ങിയത് എന്നാണ് പറയാൻ പോകുന്നത്. സോ ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്, ലൈക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. കാരണം അങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ചിലപ്പോൾ എഴുതേണ്ടി വരിക. അപ്പോൾ ദ ഏർലി 20th സെഞ്ചുറി, എസ്പെഷ്യലി ആഫ്റ്റർ ദ വേൾഡ് വാർ, അതായത് ആദ്യത്തെ വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടമാണ് സൈക്കോളജിയിൽ, സോഷ്യൽ സൈക്കോളജിയിൽ എക്സ്പെരിമെന്റ്സിന്റെ തുടക്ക കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 1897 നോർമൻ ട്രിപ്ലെറ്റ് നടത്തിയ എക്സ്പെരിമെന്റ് ഓൺ ദ ഡൈനാമിക് എഫക്ട്സ് ഓഫ് പേസ് മേക്കിംഗ് ആണ് ഫസ്റ്റ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആ പേര് SLM ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യുക. അതെന്താ സ്റ്റഡി എന്നൊന്നും നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് ഫാക്ച്വൽ ഇൻഫർമേഷൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ വാൾട്ടർ മോഡ് ഇൻ യൂറോപ്പ്, അതായത് യൂറോപ്പിൽ വാൾട്ടർ മോഡും ഫ്ലോയിഡ് ആൽപോർട്ട് ഇൻ യുഎസിൽ ഫ്ലോയിഡ് ആൽപോർട്ടുമാണ് പിന്നീട് നടത്തിയ സ്റ്റഡീസിൽ എന്ത് ചെയ്തത്, ലീഡ് ചെയ്തത്, എക്സ്പെരിമെന്റേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ആൽപോർട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി കമ്പയർഡ് ദ പെർഫോമൻസ് ഓഫ് പീപ്പിൾ വർക്കിംഗ് അലോൺ ആൻഡ് ദ
പീപ്പിൾ വർക്കിംഗ് വിത്ത് അതേഴ്സ്. എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആൽപോർട്ടിന്റെ എക്സ്പെരിമെന്റ് അയാൾ ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുടെയും ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെയും പെർഫോമൻസിനെ കമ്പയർ ചെയ്തിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് മറ്റുള്ള ആളുകളുടെ പ്രസൻസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പെർഫോമൻസ് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുടെ പെർഫോമൻസിനേക്കാൾ കൂടുതലാണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അന്ന് അദ്ദേഹം കണ്ടുപിടിച്ച കാര്യത്തിന്റെ പേരാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്നുള്ളത്. അപ്പം സോഷ്യൽ ഫെസിലിറ്റേഷൻ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് ഫ്ലോയിഡ് ആൽപോർട്ട് ആണെന്നും അത് നടത്തിയത് വർക്കിംഗ് പീപ്പിൾ ആണെന്നും ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. 1924 ആൽപോർട്ട് ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്ക്, അതായത് എക്സ്പെരിമെന്റൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്ക് 1924 ആൽപോർട്ട് പബ്ലിഷ് ചെയ്തു. ആൽപോർട്ടിന്റെ ആ ഒരു പബ്ലിക്കേഷന് ശേഷം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നമ്മളുടെ സോഷ്യൽ സൈക്കോളജി ഫീൽഡിൽ നടന്നു. അത് അഗ്രഷനെ കുറിച്ചുണ്ട്, സോഷ്യൽ നോംസിനെ കുറിച്ചുണ്ട്, ലീഡർഷിപ്പിനെ കുറിച്ചുണ്ട്, ഇൻഫ്ലുവൻസുകളെ കുറിച്ചുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നടന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ന്യൂകോംബ്. 1930 അവസാന ഘട്ടത്തിലാണ് അത് ചെയ്തത്. ഹി അസസ്ഡ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ഹെൽഡ് ബൈ ദ കോളേജ് സ്റ്റുഡൻസ്. അതായത് കോളേജ് സ്റ്റുഡൻസിന്റെ പൊളിറ്റിക്കലും സോഷ്യലുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിന് അദ്ദേഹം എന്ത് ചെയ്തു, അസസ്മെന്റ് ആണ് ന്യൂകോംബ് 1930 അവസാനത്തിൽ നടത്തിയത്. ദാറ്റ് ഈസ് ഓൾസോ അനദർ എക്സ്പെരിമെന്റ് ഡൺ ബൈ ദ സോഷ്യൽ സൈക്കോളജിസ്റ്റ്സ്. പിന്നെ 1939 ഡൊള്ളാർഡ്, ഡൂബ് ആൻഡ് മില്ലർ സോഷ്യൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് നടത്തിയ ഒരു തിയറിയാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. അതായത് എക്സ്പെരിമെന്റ് ആണ്. അതായത് ഫ്രസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണ് അഗ്രഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വെറുപ്പ് ഫീലിംഗ് എങ്ങനെയാണ് വലിയ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക് നയിക്കുന്നതെന്നാണ് ഡൊള്ളാർഡും അദ്ദേഹത്തിന്റെ ടീമും കൂടെ നടത്തിയ എക്സ്പെരിമെന്റിൽ നോക്കിയത്. ആൻഡ് ദെൻ 1948 ഒരു വലിയ റവല്യൂഷൻ സോഷ്യൽ സൈക്കോളജി കാരണമായത്. ആൻഡ് ഇറ്റ് വാസ് ദ ചേഞ്ച് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ റിസർച്ച് സെന്റർ ഫോർ ഗ്രൂപ്പ് ഡൈനാമിക്സ്. റിസർച്ച് സെന്റർ ഫോർ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സെന്റർ തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ എക്സ്പെരിമെന്റിന് വേണ്ടി കേർട്ട് ലെവിൻ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ കേർട്ട് ലെവിൻ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കേർട്ട് ലെവിൻ ആണ് എന്ത് ചെയ്തത്, സോഷ്യൽ സൈക്കോളജിയെ ഒരു സയൻസ് എന്നുള്ള രീതിയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിയത്. കാരണം സ്വന്തമായിട്ട് ഒരു ലബോറട്ടറി ഒക്കെ വരുന്ന സമയത്ത് സോഷ്യൽ സൈക്കോളജി കുറച്ചൊന്ന് അഹങ്കരിക്കാം. കാരണം അതിൽ നടക്കുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ മാത്രം എന്തായിരിക്കും, എക്സ്പെരിമെന്റ്സ് ആയിരിക്കും. വേറെ എക്സ്പെരിമെന്റൽ ലാബോറട്ടറിയെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ലൈക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സോ എനിവേ റിസർച്ച് സെന്റർ ഫോർ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, കേർട്ട് ലെവിൻ ആണ്, നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ്, അതായത് സോഷ്യൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ലബോറട്ടറിയിൽ നിന്ന് തന്നെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സെറ്റിംഗിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചു. ഹി ബിലീവ്ഡ് ഓൺ ദ അനാലിസിസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സിറ്റുവേഷൻ സറൗണ്ടിങ് ഹിം ഓർ ഹർ. അതായത് ഓരോ വ്യക്തികളുടെയും ഓരോ സിറ്റുവേഷനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, എന്താണോ ഓരോ വ്യക്തി മനസ്സിലാക്കുന്നത്, അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് ഇൻഫറൻസസ്, പ്രഡിക്ഷൻസ് നടത്താൻ പറ്റുമെന്നും കേർട്ട് ലെവിൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. Anyway, with this we can conclude this particular lesson. Please go through the IGNOU self-learning material, attend the objective testers, read the value added notes, and also don't forget to go through our exam PDF files. Thank you for listening to me and High Quiz Learning. See you in the next lesson.